എന്ന് ഭക്തിയുടെ തുഞ്ചത്തിരിക്കുന്ന എഴുത്തച്ഛൻ യാതൊരു സുഖത്തെ കൊണ്ട്, യാതൊരു പൈങ്കിളിയെ കൊണ്ട് ആ ഭഗവത് കഥകളെ പാടിപ്പിച്ചുവോ? ഇവിടെ സാക്ഷാൽ ശ്രീശുക ബ്രഹ്മഋഷിയിൽ നിന്നും അമൃതദ്രവ സംയുതമായ ഭഗവാന്റെ കഥകളെ പര 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ എന്ന ഭാവത്തിൽ എല്ലാം മറന്ന് പരമാനന്ദത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് എന്ന പാണ്ഡവപുത്രൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകാലീലകളെ പാടി ഭഗവാന്റെ അത്യത്ഭുത ഗൃഹസ്ഥാശ്രമത്തെയും രാജസൂയ യാഗത്തെയും പാടി ഭഗവാൻ ദണ്ഡവക്രനെ നിഗ്രഹിക്കുന്ന രംഗത്തെ പാടി പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുൻപിൽ സുഖബ്രഹ്മഋഷി നേരെ ബലരാമസ്വാമിയുടെ കഥയിലേക്ക് പ്രവേശിച്ചു. ബലരാമസ്വാമിയുടെ തീർത്ഥാടനവും കുരുക്ഷേത്ര യുദ്ധരംഗ പ്രവേശനവും ഒക്കെ പാടിയതായ ആ സുഖബ്രഹ്മഋഷി പരീക്ഷിത്തിനോട് പറഞ്ഞു, ഹേ പരീക്ഷിത്തെ, അനന്തമൂർത്തിയുടെ കഥകള് അത് കേട്ടാൽ മതി. അനന്തമൂർത്തിയുടെ കഥ കേട്ടാൽ മതി, ആനന്ദമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്ന് സുഖബ്രഹ്മഋഷി പറഞ്ഞു നിർത്തിയപ്പോഴാണ് കഥ കേൾക്കുന്ന പരീക്ഷത്തിനൊരു സംശയം. വീണ്ടും ഇനി ബലരാമന്റെ കഥ തന്നെയാണോ ഗുരുനാഥൻ പറയാൻ പുറപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ തന്റെ ഉള്ളിൽ ഇപ്പോഴും കൃഷ്ണകഥകൾ കേൾക്കാനുള്ളതായ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്നൊന്ന് അങ്ങോട്ട് അറിയിക്കാം. അങ്ങനെ ബലരാമസ്വാമിയുടെ കഥ കേട്ടാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഗുരുനാഥൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് പരീക്ഷിത്ത് അങ്ങോട്ടേക്ക് പറയണത്, ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന. ഹേ ഗുരുനാഥ, അങ്ങെന്തേ കൃഷ്ണന്റെ കഥയൊക്കെ നിർത്തിയത്? ഇപ്പൊ കുറച്ചു സമയമായല്ലോ ബലരാമന്റെ കഥയും മഹാഭാരത യുദ്ധമൊക്കെ പറയുന്നു. എന്താ അങ്ങ് കൃഷ്ണന്റെ കഥകളൊക്കെ നിർത്തിയത്? കഴിഞ്ഞു. എന്ത് സ്റ്റോക്ക്? പരീക്ഷത്തെ എനിക്കറിയുന്ന കൃഷ്ണന്റെ കഥയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ തക്ഷകൻ വരുന്നത് വരെ സമയം പോണ്ടേ? അതുവരെ നമുക്ക് മഹാഭാരതം കഥയോ ഒക്കെ പറഞ്ഞ് സമയം കളയാം എന്ന് കരുതിയിട്ടാണെങ്കിൽ അങ്ങേക്ക് ഇതുവരെ പാടിയതിൽ നിന്ന് അന്യമായിട്ട് കൃഷ്ണന്റെ കഥകൾ വേറൊന്നും പറയാനില്ലെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യത്തോളൂ. ഇതുവരെ പാടിയ അതേ കൃഷ്ണന്റെ കഥകളെ തന്നെ അങ്ങൊന്നും കൂടി തുടങ്ങിക്കോളൂ. അഥ സർവഗുണോപേത കാലപരമശോഭന. ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുദിനത്തിൽ അർദ്ധരാത്രിയിലെ കൗസന്റെ കാരാഗ്രഹത്തിനകത്ത് തമഭൂതം ബാലക അംബുജേക്ഷണം. അത്ഭുത ബാലകനായി അവതരിച്ച ഭഗവാന്റെ കൃഷ്ണാവതാരവും അമ്പാടിയിലെ ഭഗവാന്റെ പൂതനാമോക്ഷം മുതലുള്ള ബാലലീലകളും വൃന്ദാവനത്തിലെ കണ്ണന്റെ രാസലീലാദികളും മധുരയിലെ കൃഷ്ണന്റെ കംസവധാദികളും ദ്വാരകാധീശനായ ഭഗവാന്റെ രുക്മിണീ സ്വയംവരം വരെയുള്ള മുതലുള്ള സകല കഥകളും ഒന്നുകൂടി പരീക്ഷിച്ച് കേട്ട കൃഷ്ണന്റെ കഥ തന്നെ വീണ്ടും കേൾക്കുമ്പോ അങ്ങേക്ക് മടുപ്പ് വരില്ലേ? കേട്ട കൃഷ്ണന്റെ കഥ വീണ്ടും കേൾക്കുമ്പോ അങ്ങേക്ക് മടുപ്പ് വരില്ലേ എന്നാണെങ്കിൽ അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പാടിയിട്ട് അങ്ങേക്ക് മടുക്കുവോ? ഭഗവാന്റെ കഥ പാടുന്ന ആർക്കെങ്കിലും ആ ഭഗവത് കഥകൾ പാടിയിട്ട് മടുപ്പ് തോന്നിയോ? കഴിഞ്ഞ ആഴ്ച വേറൊരു നാട്ടില് ഇതുപോലെ ഇതേ കഥകൾ പാടി, അതിനു മുമ്പ് വേറൊരു നാട്ടില്, ഇനി അടുത്ത ആഴ്ച വേറൊരു നാട്ടില് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ആചാര്യന്മാർക്കൊരു വിചാരമുണ്ട്. ഞങ്ങൾ ആചാര്യന്മാർക്ക് ഇവിടെ ഇരുന്ന് പ്രഭാഷണം പറയുമ്പോൾ ഒരു വിചാരമുണ്ട്. എന്താ അറിയോ? ഈ മുൻപിലിരിക്കുന്ന ഒരെണ്ണത്തിനും ഇതൊന്നും അറിയില്ല. ആദ്യമായിട്ട് സ്വയംവരം കേൾക്കും, ആദ്യമായിട്ട് കുചേലവൃത്തം കേൾക്കും. എന്തേ അങ്ങനെ തോന്നാൻ കാരണം?
ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഒരു ശ്രോതാവ് മുൻപിലിരിക്കുന്നത് എന്ന് വിചാരിച്ചു. ഭഗവാന്റെ കഥ കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരാൾ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ അയാളുടെ കണ്ണുകൾ, അയാളുടെ മുഖഭാവം നമ്മളോട് പറയും, ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ചിലപ്പോ ഞങ്ങളെക്കാൾ ഭാഗവതത്തിൽ അറിവുള്ള, ചിലപ്പോ ഞങ്ങളെക്കാൾ ഭാഗവതം പറയുന്ന, ഞങ്ങൾക്ക് ഗുരുനാഥന്മാർക്ക് തുല്യരായിട്ടുള്ള ആൾക്കാര് ചിലപ്പോ ഞങ്ങളുടെ മുന്നിൽ പ്രഭാഷണം കേൾക്കാനിരിക്കും. എന്നാൽ ആ ഭാഗവത സാഗരത്തിൽ നീന്തിത്തുടിക്കുന്ന ആ ആചാര്യന്മാര് അവര് ഞങ്ങളെക്കാൾ എത്രയോ കാലമായിട്ട് ഈ കുചേലവൃത്തവും കൃഷ്ണകഥയൊക്കെ പറഞ്ഞ ആൾക്കാരാ. പക്ഷെ അവരുടെ മുഖഭാവം കണ്ടാലും നമുക്ക് തോന്നും, ഇയാള് പറയണ ഭാഗവതത്തിൽ ഈ കഥയില്ലാന്ന് തോന്നുന്നു. എന്തേ, ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അവരും കേൾക്കുക. അപ്പൊ കൃഷ്ണകഥകൾക്കൊരു പ്രത്യേകതയുണ്ട്, ഭഗവാന്റെ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് പാടിയിട്ട്, അത് കേട്ടിട്ട് ആരും ഇന്നുവരെ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ആരെങ്കിലും മതിയായി എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗുരുവായൂരപ്പനെ എത്ര തവണ തൊഴുതാ മതിയാവും? എത്ര തവണ തൊഴുതാ മതിയാവും? ഗുരുവായൂര് ഒരു തവണ പോയപ്പോ നല്ല തിരക്ക്, അടുക്കാൻ പറ്റണില്ല. ഞാനൊരു 10-15 പ്രദക്ഷിണം വെച്ചു, എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ. ഒരു രക്ഷയില്ല, അത്ര തിരക്ക്. അങ്ങനെ തിരക്കിനുള്ളിൽ ഒരു തവണ തൊഴാൻ പറ്റിയാ മതിയായിരുന്നോ വിചാരിച്ച ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വന്നൊരു സങ്കടം പറഞ്ഞത്. എന്താ സങ്കടം എന്നറിയോ? 3 തവണയെ തൊഴുതിട്ടുള്ളൂ. അല്ലേ? എനിക്ക് തോന്നി എന്തൊരു അഹങ്കാരിയായി. നമ്മളിവിടെ ഒരു തവണ തൊഴാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോ ഞാൻ 3 തവണ തൊഴുതു എന്നല്ല, പിന്നെയോ 3 തവണയെ തൊഴുതിട്ടുള്ളൂ. എന്തേ, ഇനിയും തൊഴണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എത്രയെത്ര കണ്ടാലും മതിവരാത്തതായ ആ ഗുരുവായൂരപ്പൻ വീണ്ടും വീണ്ടും തന്റെ തിരുമുൻപിലേക്ക് ഭക്തന്മാരെ ആകർഷിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ കഥകൾ. കുചേലവൃത്തം അറിയാത്ത ആരുമില്ല. ഒരു കാലത്ത് രാമപുരത്ത് വാര്യരുടെ വരികളായിട്ട് ആ ഭക്തന്റെ കഥ ലോകം മുഴുവൻ അലയടിച്ചതാണ്. അതിലെ വരികള് ഞാനിപ്പോ ഇവിടെ ചൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളൊക്കെ ചൊല്ലും, പ്രായമായിട്ടുള്ളവരെന്തായാലും ചൊല്ലും. പക്ഷേ ഓരോ ഗുരുനാഥന്മാരിൽ നിന്നും അത് കേൾക്കുമ്പോൾ പുതിയ കഥ കേൾക്കുന്നത് പോലെ, പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ. അതാണ് കൃഷ്ണന്റെ കഥയുടെ മഹാത്മ്യം. അതുകൊണ്ട് എനിക്കറിയാം കൃഷ്ണന്റെ കഥകള്. മുകുന്ദന്റെ കഥകൾ. ആരാ മുകുന്ദൻ? മുക്തിയെ തരുന്നവനാണ് മുകുന്ദൻ. അപ്പൊ പരീക്ഷിച്ച് ഇന്ന് ഭഗവാനെ മുകുന്ദൻ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ഉദ്ദേശം, ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് ഒരു വാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവിടെ വെക്കാൻ കാരണമുണ്ട്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഭാഗവതം. വേദവ്യാസൻ കടഞ്ഞെടുത്ത സാരമാണ്. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. വേദ ഇതിഹാസ പുരാണാദികളുടെ എല്ലാം കടഞ്ഞെടുത്ത് പിഴിഞ്ഞെടുത്ത നീരാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തിൽ ഒരു വാക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വാക്ക് വയ്ക്കാൻ കാരണമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, രുക്മിണി ഒരു നോട്ടം നോക്കിയപ്പോ അച്യുതനെ കണ്ടു. അവിടെ കൃഷ്ണനെ കണ്ടു എന്നല്ല പറഞ്ഞത്, അച്യുതനെ കണ്ടു. എന്താ അച്യുതൻ വെച്ചാൽ ചുരിയില്ലാത്തവൻ, വീഴാത്തവൻ. ആരാ രുക്മിണി? സാക്ഷാൽ ഭഗവതി, മായ. ആ മായാഭഗവതി ഒരു നോട്ടം നോക്കിയപ്പോ ഈ രാജകുമാരന്മാര് മുഴുവൻ രുക്മിണിയുടെ നോട്ടത്തിൽ വീണു, മായയിൽ വീണു. പക്ഷെ ഒരാളെ കണ്ടു. ആരെ? എല്ലാരും വീണു, ഒരാളെ കണ്ടു.
വീഴാത്ത ആളെ കണ്ടു. ആരാ വീഴാത്ത ആള്? അച്യുതൻ. അപ്പൊ അവിടെ ആ അച്യുതൻ എന്നുള്ള വാക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതുപോലെ പരീക്ഷിത്ത് ഇപ്പൊ പറയണത് എനിക്ക് കൃഷ്ണന്റെ കഥ അല്ല, മുകുന്ദസ്യ. എന്തേ മുക്തിയെ കുറിച്ച് പരീക്ഷിത്ത് ഇപ്പൊ ഒന്ന് ഓർമ്മിക്കാൻ കാരണം, ഹേ ഗുരുനാഥ, ഞാൻ ഇപ്പോഴും ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്, നാളെ ഈ ഒരു നേരമാകുമ്പോഴേക്കും തക്ഷകൻ എന്നുള്ളതായ ഘോര സർപ്പം വന്ന് ഈ ശരീരത്തെ ഭസ്മീകരിക്കും. എവിടെ നിന്നോ മരണം എന്റെ മുൻപിലേക്ക് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നാളെ ഈ ഒരു സമയത്ത് എന്റെ ഈ ശരീരം വിട്ട് ജീവൻ യാത്ര തുടങ്ങുന്നത് ഒരു തരത്തിലും ആ മരണ ഭയം വേദന ഞാൻ അറിയരുത്. അതിനെന്താ വേണ്ടത്? ശരീരം വിടുന്ന സമയത്തും എന്റെ മനസ്സ്, എന്റെ ഹൃദയം ഈ കൃഷ്ണന്റെ കഥകളിൽ ചേർന്നിരിക്കണം. അങ്ങനെ കൃഷ്ണ കഥകളില് എല്ലാം മറന്ന് ആ ശ്രീകൃഷ്ണ കഥകളിൽ ലയിച്ചിരിക്കുമ്പോ ഉർവാരുകമിവ ബന്ധനാണ് അഴുത്തുഭാഗമായ ആ ഫലം വേദനയില്ലാതെ വേദനിപ്പിക്കാതെ വള്ളിയിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്നത് പോലെ എന്റെ ഈ ശരീരം ഇവിടെ പോയിക്കോട്ടെ. അത്തരത്തിൽ ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക് എന്നെ ചേർത്ത് അടുപ്പിക്കാൻ ശക്തിയുള്ള ഒരു കഥ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃഷ്ണസ്യാസി സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. പരീക്ഷത്തെ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണന്റെ കൂട്ടുകാരൻ എന്ന് പറയണമെങ്കിൽ അയാള് ചില്ലറക്കാരനല്ല. കൃഷ്ണനെ അറിയണ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കേമത്തൊന്നുമില്ല. കാരണം കൃഷ്ണനെ നമുക്കൊക്കെ അറിയാമല്ലോ. എനിക്ക് ഗുരുവായൂരപ്പനെ അറിയാം, എനിക്ക് ഭഗവാനെ അറിയാം. അതൊരു വലിയ കേമത്തൊന്നുമില്ല. ഭഗവാൻ ഇങ്ങോട്ടേക്ക് അറിയാം. ഭഗവാനെ അറിയുന്ന ആൾക്കാർ അനേകണ്ടാവും, പക്ഷെ ഭഗവാൻ അറിയുന്ന ആൾക്കാര് ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവും. സപ്താഹയജ്ഞത്തിന് പോണ ആൾക്കാർ അനേകണ്ടാവും, പക്ഷെ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരോ? സപ്താഹയജ്ഞത്തിന് എത്ര ആൾക്കാർ പങ്കെടുത്തു? ദേഹണ്ടപ്പരയിൽ പോയാൽ ലിസ്റ്റ് കിട്ടും. ഇത്ര ആൾക്കാർ ഭക്ഷണം കഴിച്ചു. പക്ഷെ ആ ലിസ്റ്റല്ല ഭാഗവതം കേട്ട ആൾക്കാരുടെ ലിസ്റ്റ്. അവിടെയുള്ള അത്ര ആൾക്കാർ ചിലപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇരിക്കണതിൽ തന്നെ ചിലപ്പോ എല്ലാവരും കേൾക്കുന്നുണ്ടാവില്ല. കേൾക്കണതിൽ തന്നെ ചിലപ്പോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ശ്രദ്ധിക്കണവരിൽ തന്നെ ചിലപ്പോ ഇത് ആസ്വദിക്കണവരെല്ലാവരും ഉണ്ടാവില്ല. അപ്പോ ഭഗവാനെ അങ്ങോട്ടറിയലല്ല, ഭഗവാൻ ഇങ്ങോട്ടറിയുന്ന ഭക്തന്മാര് അത് വളരെ വിരളമാണ്. ഇവിടെ കൃഷ്ണന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരൻ ഒരു സാധാരണക്കാരനല്ല. എങ്ങനെയാ കൃഷ്ണന്റെ കൂട്ടുകാരനായത്? വിജഗ്ധ ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. അപ്പൊ ഭഗവാന്റെ കൂട്ടുകാരനായ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ നമ്മളോട് ഭാഗവതം പറയണത് എന്താ വെച്ചാൽ, ഈ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ കൃഷ്ണൻ നമ്മുടെ കൂട്ടുകാരനാവും. അപ്പൊ കൃഷ്ണനെ കൂട്ടുകാരനാക്കാൻ ഒരിക്കലും നമ്മൾ ലൗകികമായ ഒരു കാഴ്ചപ്പാടിനല്ല പുറപ്പെടേണ്ടത്. സ്വതവേ ഈ ലോകത്ത് നമ്മള് സമ്പന്നന്മാരുടെ കൂട്ടുകാരാണ്. നല്ല സമ്പത്തുള്ള ആൾക്കാരുടെ കൂട്ടുകാരായിരിക്കും. അവരുടെ സ്റ്റാറ്റസും നിലയും വിലയൊക്കെ നോക്കി അതേപോലെ സമ്പത്തുള്ള ആൾക്കാർ. സുന്ദരന്മാരുടെ കൂട്ടുകാരായിരിക്കും സൗന്ദര്യമുള്ള ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ശ്രീവല്ലഭനായ ലക്ഷ്മീപതിയായ കൃഷ്ണന്റെ കൂട്ടുകാരൻ എത്ര സമ്പന്നനാവണം? ഭുവനസുന്ദരനായ ശ്യാമസുന്ദരനായ കണ്ണന്റെ കൂട്ടുകാരൻ എത്ര സുന്ദരനാവണം? പക്ഷേ
ഈ കൂട്ടുകാരൻ സമ്പന്നനായിരുന്നു? ആയിരുന്നു? ആയിരുന്നു? അല്ല. സുന്ദരനായിരുന്നു? അല്ല. ഭാഗവതം പറയുന്നു, കുചേലം മലിനം ക്ഷാമം ധിജം ധമനി സംസദത്തിലെ വയറൊക്കെ ഇവിടെയൊക്കെ എക്സ്റേ എടുത്ത പോലെ ഉണ്ടാവുക, എല്ലൊക്കെ പുറത്ത് കാണുക, ഞരവൊക്കെ പുറത്ത് കാണുക, അങ്ങനെ ഒരു ദരിദ്രവാസി. പക്ഷേ ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ ആ സമ്പത്തില്ലാത്ത, നമ്മൾ പറയുന്ന സമ്പത്തില്ലാത്ത, നമ്മൾ കാണുന്ന സൗന്ദര്യമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രമുടുത്ത് നടന്ന കുചേരൻ കൃഷ്ണന്റെ കൂട്ടുകാരനായി. കൃഷ്ണൻ കൂട്ടുകാരൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഭഗവാൻ നോക്കിയത് പുറത്തുള്ള സമ്പത്തോ പുറത്തുള്ള സൗന്ദര്യമോ അല്ല. പിന്നെന്താ സമ്പത്ത്? പിന്നെന്താ സൗന്ദര്യം? ഭക്തിയാകുന്ന സമ്പത്ത്, സ്വഭാവമാകുന്ന സൗന്ദര്യം. ഭഗവാനെ കൂട്ടുകാരനായി കിട്ടാൻ നമുക്കും വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ഭക്തിയാകുന്ന സമ്പത്ത് കൊണ്ടും സ്വഭാവമാകുന്ന സൗന്ദര്യം കൊണ്ടും ഭഗവാനെ വശീകരിച്ചു നിർത്തിയ ഒരു കൂട്ടുകാരൻ തൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം തൻ്റെ കർമ്മഫലം എന്ന് കണ്ടുകൊണ്ട് അതിനെ അനുഭവിക്കുന്നതോടൊപ്പം 64 ദിവസങ്ങളിൽ സന്ദീപനയുടെ ആശ്രമത്തിൽ കൃഷ്ണനിൽ നിന്നും താൻ പകർന്നെടുത്തതായ ആ ഭക്തിയെ ഒരു കെടാവിളക്ക് പോലെ സൂക്ഷിച്ചു ആ ഭാഗവതൻ. സർവവിധത്തിലും വർത്തമാനോ ഗൃഹാശ്രമി. ഇപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ ഗൃഹസ്ഥാശ്രമം, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ധർമ്മപത്നി അദ്ദേഹത്തിന് തുല്യമായ ഭക്തി, അല്ലെങ്കിൽ ഒരു പടി മുകളിലാണോ എന്ന് സംശയിക്കേണ്ടി വരും. സർവവിധത്തിലും തന്റെ കൂട്ടുകാരനായ കൃഷ്ണനെ കുറിച്ച് ആ ധർമ്മപത്നിയോട് പറയുമ്പോൾ കണ്ണന്റെ കഥകളെ ആവേശത്തോടുകൂടി ആ ഭാര്യയുടെ മുൻപിൽ പാടുമ്പോ ആ ധർമ്മപത്നി ചിന്തിക്കും, ഇതെന്തൊരു ജന്മമാണ്, ഇത്രയും വലിയ ദാരിദ്ര്യവും ഇത്രയും വലിയ ദുഃഖവും ഇത്രയും വലിയ പ്രാരബ്ധങ്ങളും നടുവിലുണ്ടായിട്ട് ഇങ്ങനെ കൃഷ്ണനെ കുറിച്ച് പറയാനും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് ആ കൃഷ്ണനെ ഒന്ന് കണ്ടാൽ, നേരിട്ട് ആ കൃഷ്ണന്റെ മുൻപിലേക്ക് ഇദ്ദേഹം ഒന്ന് എത്തിയാൽ എത്ര ആനന്ദം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴൊക്കെ എന്റെ കൂട്ടുകാരനാ കൃഷ്ണൻ എന്ന് ആ സുദാമാവ് പറയുമോ അപ്പോഴൊക്കെ ആ ധർമ്മഭക്തി ഓർമ്മിപ്പിച്ചു. നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി. ഇവിടെ നിന്നിട്ട് കൂട്ടുകാരെന്ന് പറയണതേ ഒന്ന് പോയി കണ്ടിട്ട് വന്നൂടെ? എത്ര ആൾക്കാരാണ് നമ്മുടെ പടിപ്പുരയുടെ മുമ്പിൽ കൂടിയിട്ട് ദ്വാരകയിലേക്ക് കൃഷ്ണനെ കാണാൻ പോണത്? എത്ര ആൾക്കാരാ കൃഷ്ണനെ കണ്ടിട്ട് ഭഗവാനിൽ നിന്നും പലതും വാങ്ങി തിരിച്ചു പോണത്? ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടുന്നതിലധികവും നൽകുന്ന ശരണ്യനായ ആ ഭക്തവത്സരനായ കൃഷ്ണനെ ഒന്ന് പോയി കണ്ടിട്ട് വരുമെന്ന് എന്ന് എത്രയോ തവണ ഓർമ്മിപ്പിച്ചു. ഇവിടെ എത്രയോ തവണ ആ ധർമ്മഭക്തി ഓർമ്മിപ്പിച്ചപ്പോഴൊന്നും സുദാമാവിന് പോണമെന്ന് തോന്നി. എന്നാൽ ഒരിക്കൽ സുദാമാവിന് തോന്നി, ഇവള് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അയം ഹി പരമോലാഭ. ജീവിതത്തില് അവനവന്റെ ഉള്ളില് അവനവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നന്നായി എന്ന് തോന്നാൻ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണ്ടേ? മറ്റുള്ളതായ സമ്പാദിക്കലും മറ്റുള്ളതായ പദവികളും മറ്റുള്ള ലൗകികമായ ഏതൊരു കാര്യവും അതെല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ്, അതെല്ലാവർക്കും കിട്ടുന്നതുമാണ്. എന്നാൽ ഇത്ര കാലത്തെ എന്റെ മനുഷ്യജന്മം അതാടി ഞാൻ അവസാനിപ്പിക്കുമ്പോ അയം ഹി പരമോലാഭ. നന്നായി ഈ നാവ് കൊണ്ട് ഞാൻ നാമം ജപിച്ചിട്ടുണ്ടല്ലോ, ഈ കാതുകൊണ്ട് ഞാൻ ഭഗവാന്റെ മഹിമകൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ കണ്ണടയണതിന് മുമ്പ് ഞാൻ കണ്ണനെ ഒന്ന് കണ്ടിട്ടുണ്ടല്ലോ.
അതുപോലൊരു ആനന്ദം വേറൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൂടി കൃഷ്ണനെ കാണണം എന്നൊരു തോന്നല് സുദാമാവിനുണ്ടായി. കൃഷ്ണനെ കാണണം എന്ന് തോന്നുമ്പോഴേക്കും പിന്നെ സുദാമാവിന് ഇരിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോകട്ടോ. എവിടേക്ക്? അസലായി. അപ്പൊ അങ്ങനെയായോ? നീയല്ലേ പറയാതെ പോയി കൃഷ്ണനെ നാളെ രാവിലെ പോകും. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, എത്രയോ കാലം കൂടിയിട്ട് ആ കണ്ണനെ കാണുമ്പോ ആ തൃക്കരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണ്ടേ? കുട്ടികളെ കാണുമ്പോ, ഗുരുനാഥന്മാരെ കാണുമ്പോ, വൃദ്ധന്മാരെ കാണുമ്പോ, ഭഗവാനെ കാണുമ്പോ എന്തെങ്കിലും ആ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. അതാണല്ലോ നിയമം. പോരാ. കൃഷ്ണന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഉറപ്പാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ ചോദിക്കും, എന്തേ സുദാമാവെ എനിക്ക് കൊണ്ടുവന്നത്? ചോദിക്കുമ്പോ എന്തെങ്കിലും കൊടുക്കണം, എന്തായാലും കുഴപ്പമില്ല. യാചിച്ച് ലഭിച്ചതായ ആ അവില്, അതിൽ നല്ലൊരു ഭാഗം കല്ലും നെല്ലൊക്കെയാണ്, അതിനെയൊക്കെ മാറ്റി തനിക്കുള്ളതിൽ നല്ലൊരു ചേല, നല്ലൊരു വസ്ത്രം എന്ന് സ്വയം സങ്കല്പിച്ച ഒരു തുണി അത് കീറി അതിലേക്ക് കിഴിയായി കെട്ടിവെച്ചു. പിറ്റേന്ന് യാത്ര ചോദിച്ച് കൈനീട്ട് നിൽക്കുന്നതായ ആ സുദാമാവിന്റെ കയ്യിലേക്ക് അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലൊരു പദം വെച്ചു, ഭർത്രേ പ്രാദാദുപായനം. ഭർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആരാ ഭർത്താവ്? തനിക്കും സുദാമാവിനും പ്രപഞ്ചത്തിനും ലോകത്തിനും മുഴുവൻ ഭർത്താവ് ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവനായ ആ ഭഗവാന്റെ കയ്യിലേക്ക് എന്ന ഭാവത്തിൽ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് ആ വിൽക്കിഴിയെ പിടിച്ച് ആ ധർമ്മപത്നി കണ്ണുകളെ അടച്ചൊരു പ്രാർത്ഥനയുണ്ടായി ഭഗവാനെ. കൃഷ്ണായൊരു നാമം ജപിക്കുമ്പോഴേക്കും അവനവനെ തന്നെ മറന്നുപോകുന്ന ഒരാളാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. എത്രയോ കാലം കഴിഞ്ഞ് അങ്ങയെ നേരിട്ട് കാണുമ്പോ ചിലപ്പോ ഈ അവിൽക്കിഴിയൊക്കെ ഇയാൾ മറക്കും. അതുകൊണ്ട് ഇദ്ദേഹം ഇത് മറന്നുപോയാല് അങ്ങ് തട്ടിയെടുത്തിട്ടാണെങ്കിലും ഇതിനെ സ്വീകരിക്കണം എന്ന് ആ ധർമ്മപത്നി കണ്ണടച്ചു പ്രാർത്ഥിക്കുമ്പോ ആ അമ്മയുടെ കവിളുകളിൽ കൂടി ഒഴുകിയതായ 2 തുള്ളി കണ്ണുനീര് താഴേക്ക് പതിച്ച് ആ അവിലിനെ ഒന്ന് നനയിച്ചു. ആ കണ്ണുനീരിന്റെ, ആ സമർപ്പണത്തിന്റെ സ്വാദാണ് നന്വേതതുപനീതമ്മേ പരമപ്രീണനം സഖേ. എന്റെ സുദാമാവേ, എന്തൊരു സ്വാദ അങ്ങയുടെ അവിലിന്! ഇതെങ്ങനെ ഇത്ര സ്വാദുള്ള അവില് കിട്ടിയത് എന്ന് ഭഗവാൻ ആ അവിലിന്റെ സ്വാദ് പാടി പുകർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പച്ച അവിലിന്റെ സ്വാദ് കൊണ്ടല്ല, പിന്നെയോ ഭാവോഹി, ഭാവഗ്രാഹിയായ ഭഗവാൻ ആ അമ്മയുടെ സമർപ്പണ ഭാവത്തെയാണ് പുകഴ്ത്തിയത്. ഏതായാലും അവിൽക്കിഴിയെ സ്വീകരിച്ച് കൃഷ്ണനെ കാണാൻ പോകുന്ന നിമിഷങ്ങളെ ചിന്തിച്ചുകൊണ്ട് നടന്ന് സുദാമാവ് ദ്വാരകയുടെ ഗോപുരം അവിടെ കടന്നതും ബ്രഹ്മാനന്ദം ഗതോ യഥാ. പെട്ടെന്ന് സുദാമാവിന്റെ ഹൃദയത്തിൽ തനിയെ ആനന്ദം ഉയരാൻ തുടങ്ങി. ഇതെന്താ ഇത്രയ്ക്കൊരു ആനന്ദത്തിന് ഹേതു എന്ന ഭാവത്തിൽ സുദാമാവ് മനസ്സൊന്ന് വീണ്ടെടുത്തപ്പോഴാണ് താൻ ദ്വാരകയുടെ ഗോപുരം കടന്നിരിക്കുന്നു. 16,108 അത്ഭുത കൊട്ടാരങ്ങൾ തന്റെ മുൻപിൽ. അവിടേക്കൊക്കെ കൃഷ്ണനെ കാണാൻ പോകുന്നതായ ഭക്തന്മാര്, ഭജന സംഘങ്ങള്, സന്യാസി സംഘങ്ങള്, എവിടെയും ഭഗവാന്റെ തിരുനാമഘോഷം മുഴങ്ങുന്നു. കളഭത്തിന്റെയും തുളസിയുടെയും സുഗന്ധം പരക്കുന്നു. അങ്ങനെയുള്ളതായ ആ ദ്വാരകയുടെ രാജവീതിയിൽ കൂടി ആരും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കണമെന്ന ആഗ്രഹമില്ലാതെ ആ സുദാമാവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കൊട്ടാരത്തിന്റെ മുൻപിൽ എത്തുമ്പോഴും അല്പസമയം ഒന്ന് നിൽക്കും. ഇവിടെയാവോ കൃഷ്ണനുള്ളത്? അല്ല, അപ്പുറത്തെ കൊട്ടാരത്തിൽ കുറച്ചധികം തിരക്കുണ്ട്, എന്നാ അവിടെ പോയി നോക്കാം. അടുത്ത കൊട്ടാരത്തിൽ എത്തുമ്പോഴേക്കും അല്ല, ഇതിനപ്പുറത്താവൂ. ഇങ്ങനെ 3-4 കൊട്ടാരങ്ങൾ സുദാമാവ് മാറി മാറി നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സുദാമാവ് ചിന്തിച്ചത്, അല്ല താൻ എന്തൊരു വിഡ്ഢി,
ഇന്നലെ വരെ ഭഗവാനെ കാണണം എന്ന മോഹം പോലും ഇല്ലാതിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ ദ്വാരകയിലേക്ക് വരാതിരുന്ന ഞാൻ ഇന്ന് ആ പ്രാരബ്ധങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ദ്വാരകയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ വന്നത്, പിന്നെയോ കൃഷ്ണന് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഗുരുവായൂരേക്ക് പോവാൻ ഒക്കെ റെഡിയായി, വണ്ടി എത്തിച്ചു, ബാഗ് റെഡിയാക്കി, ആയിട്ടില്ല. ഗുരുവായൂരപ്പനും കൂടെ തോന്നണം, ഒന്ന് കാണണം, അപ്പോഴാണ് എത്താൻ പറ്റും. ഞാൻ വിചാരിച്ചു ഗുരുവായൂർ പോവാൻ, എന്നിട്ട് പോവാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, നമ്മള് ഭഗവാനെ കാണാൻ മാത്രം വിചാരിച്ചാ പോരാ, ഭഗവാൻ ഈ ജീവനെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊരു മോഹം തോന്നണം. ഇവിടെ സുദാമാവ് ഉറപ്പിച്ചു, താൻ ഇന്ന് ഈ ദ്വാരകയുടെ ഗോപുരം കടന്ന ഭഗവാന്റെ കൊട്ടാരത്തിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കണമെങ്കിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൃഷ്ണൻ ഈ ദ്വാരകയിൽ എവിടെയുണ്ട്. ഒന്ന് കണ്ണടച്ച് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോഴേക്കും ആരോ തന്റെ അരികിലേക്ക് ഓടി വരുന്നതായി അനുഭവപ്പെട്ടു. പൊഞ്ചിലമ്പന്റെ ശബ്ദം കേട്ട സുദാമാവ് കണ്ണു തുറക്കുമ്പോഴേക്കും വനമാല ചാർത്തിയ, തുളസിമാല ചാർത്തിയ തന്റെ ആ സച്ചിദാനന്ദ പൂമേനിയിലേക്ക് പരമഭാഗവതനായ സുദാമാവിനെ വെള്ളം കൊണ്ടു നാറും സതീർഘ്യനെ ചാരത്തുന്മയോടു ചേർത്തു പാരം പുണർന്നു. ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു, എടുത്തു കൊണ്ടുപോയി സ്വർണസിംഹാസനത്തിലേക്ക് ആ ഭക്തനെ ഇരുത്തി സുദാമാവിന്റെ പാദങ്ങളെ സ്വർണ്ണ താമ്പാളങ്ങളിലേക്ക് എടുത്തു വെച്ച് ഭംഗിയായിട്ട് അഭിഷേകം ചെയ്ത് ആ പാദതീർത്ഥത്തെ തന്റെ ശിരസിലേക്ക് ഭക്തിയോടെ ധരിച്ചു. ഭാര്യമാർക്കും മക്കൾക്കൊക്കെ ആ ഭക്തന്റെ പാദതീർത്ഥത്തെ കളിച്ചു കൊടുത്തു, അവരെയൊക്കെ അനുഗ്രഹിച്ചു. ശേഷം നല്ലൊരു തുളസിമാല കൊണ്ടുവന്ന ആ സുദാമാവിനവിടെ ചാർത്തി ഒരാൾക്കിരിക്കാൻ പറ്റുന്ന കസേരയാണ്. അതിലേക്ക് ആ സിംഹാസനത്തിലേക്ക് ഭഗവാനും കൂടി തിക്കി തിരക്കി അവിടെ ഇരുന്നപ്പോൾ സുദാമാവിന് ചെറിയൊരു ബുദ്ധിമുട്ട്. തന്റെ ഈ വിയർപ്പ് കൊണ്ടുള്ള ശരീരം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ മടിയിൽ ശരീരത്തിൽ തട്ടിയിട്ടൊരു ബുദ്ധിമുട്ടാവോ എന്ന ഭാവത്തില് സുദാമാവൊന്ന് എഴുന്നേക്കണോന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരു കൈകൊണ്ട് ആ സുദാമാവിനെ ചേർത്തവിടെ പിടിച്ചു, മറുകൈ കൊണ്ട് രണ്ട് കൈകളെയും ചേർത്ത് പിടിച്ച് താമര കണ്ണുകളെ കൊണ്ട് ഭഗവാൻ ഒരു നോട്ടം നോക്കി സുദാമാവിന്. ആ ഒരു നോട്ടത്തിൽ 100 ചോദ്യങ്ങള് മൗനമായിട്ട് ഭഗവാൻ സുദാമാവിനുമായിട്ട് പങ്കുവെച്ചു. ഒടുവിൽ ഭഗവാൻ ആരംഭിച്ചു, അഭിബ്രഹ്മൻ ഗുരുകുലാൽ ഭവതാൽ ദക്ഷിണാൽ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോടാ സദൃശീനവ. പറയൂ സുദാമാവേ, ഗുരുകുലത്തിൽ വെച്ച് ഗുരുദക്ഷിണ ചെയ്ത് പിരിഞ്ഞതല്ലേ നമ്മൾ? അതിനുശേഷം നമ്മൾ കണ്ടില്ലല്ലോ, അങ്ങയുടെ സമാവർത്തനമൊക്കെ കഴിഞ്ഞ് അങ്ങ് വിവാഹം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതട്ടെ. അങ്ങയ്ക്ക് ലഭിച്ചതായ ധർമ്മഭക്തി അങ്ങയ്ക്ക് അനുകൂലയായവൾ തന്നെയാണ് അല്ലേ? ഇവിടെ ഭഗവാന്റെ ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട്. അങ്ങയ്ക്ക് ലഭിച്ച ധർമ്മഭക്തി അങ്ങയ്ക്ക് അനുകൂലയായവൾ തന്നെയാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു. എന്താ അത്ര ഉറപ്പെന്നെങ്കിൽ, ഇത്ര വലിയ ദാരിദ്ര്യത്തിന്റെ നടുവിൽ മറ്റൊരാളുടെ മുമ്പിലേക്കല്ലല്ലോ അയച്ചത്, എന്റെ മുമ്പിലേക്ക് എത്തിച്ചില്ലേ അങ്ങയെ. അപ്പോ അങ്ങയെ ഈ കൃഷ്ണന്റെ അരികിലേക്ക് ആ ധർമ്മഭക്തി എത്തിച്ചു എന്നുണ്ടെങ്കിൽ അങ്ങയ്ക്ക് അനുകൂലയായവൾ തന്നെയാണ്. പിന്നെ അങ്ങയോടൊപ്പം ഞാൻ കുടുംബ പ്രാരബ്ധമൊന്നും ചോദിക്കണില്ല. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹിതം യഥാ. എന്നിലേക്ക് മനസ്സ് വെച്ച്
എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് നാമം ജപിച്ചു കഴിയുന്ന അങ്ങയോട് ലൗകികമായ ചോദ്യങ്ങളെ ചോദിക്കണത് അങ്ങേക്ക് അലോസരാവും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒന്നും ചോദിക്കണില്ല. ഓർമ്മിക്കണില്ലേ സുധാമാവി, ഗുരുകുലത്തിൽ വെച്ച് ഗുരുനാഥന്റെ ആ അനുഗ്രഹത്തിൽ ഞാൻ അങ്ങയെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇതാ ഈ ഇരിക്കണ എന്റെ മക്കൾക്കും ഭാര്യമാർക്കൊക്കെ അങ്ങയെ നല്ല പരിചയം, നേരിട്ട് കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. കാരണം അങ്ങയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്നും പ്രഭാതത്തില് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കണ്ണടച്ച് ഞാൻ ഒന്ന് ധ്യാനിക്കും സന്ദീപനി എന്ന ആ ഗുരുവിനെ. എപ്പോഴൊക്കെ ഞാൻ ഹൃദയത്തില് സന്ദീപനി എന്ന ആ ഗുരുനാഥനെ സ്മരിക്കുമോ അപ്പോഴൊക്കെ അങ്ങയെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങയെ മറന്നിട്ട് ഒരു നിമിഷം ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തേ അങ്ങോട്ട് വരാഞ്ഞതെന്ന് വെച്ചാൽ, സുധാമാവേ, എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ഞാൻ അങ്ങയെ ഓർമ്മിക്കാഞ്ഞിട്ടോ അങ്ങോട്ട് വരണ്ട വെച്ചിട്ടോ അല്ല. പക്ഷേ ദ്വാരകയുടെ മതില് വിട്ട് പുറത്തേക്ക് ഞാൻ പോവാറില്ല. കാരണം എവിടേക്കെങ്കിലും പോവാൻ പറ്റുമോ? കുടുംബസമേതം എന്നൊക്കെ പറഞ്ഞ് എഴുത്തു കുറേ വരാറുണ്ട് എനിക്ക്. മാസത്തിന് കല്യാണത്തിനും കാതുകുത്തിനൊക്കെ എഴുത്തു വരും. എല്ലാത്തിനും ഉണ്ടാവും കുടുംബസമേതം. കുടുംബസമേതേ 16,108 ഭാര്യമാര്, അവരുടെ 10 മക്കള്, ഇവരൊക്കെ കൂട്ടിയിട്ട് പുറപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് എവിടെ പോവാറില്ല. ഇങ്ങനെ ഈ ദ്വാരകയുടെ നടുവില് പ്രാരബ്ധക്കാരനായിട്ട് കുടുംബരാമനായിട്ട് കഴിയാൻ ഞാൻ. പക്ഷേ ഇത്രയും പ്രാരബ്ധങ്ങളുടെ മധ്യത്തിലാണെങ്കിലും ബ്രഹ്മണ്യനായി ശരണ്യനായി എന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ മുൻപിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ തളരാതെ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കണമെങ്കിൽ അത് ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. ഓർക്കുന്നില്ലേ, സന്ദീപനിയുടെ ആശ്രമത്തിൽ വെച്ച് 64 ദിവസങ്ങളിൽ എത്ര തവണ ആ ഗുരുനാഥൻ നമ്മളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. വിറക് ശേഖരിക്കാൻ പോയ രാത്രിയില് പെരുമഴയത്ത് കൊടുങ്കാട്ടിനകത്ത് നമ്മൾ പെട്ടുപോയതും ഞങ്ങളെ 3 ആൾക്കാരെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത നിങ്ങൾക്ക് ഞാൻ എന്താ കുട്ടികളെ തരിക? തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ. സന്തോഷമായി എനിക്ക്. ഞാൻ പഠിപ്പിച്ചതായ, ഞാൻ തന്നതായ ഈ ഒരു ജ്ഞാനം വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടതുപോലെ തോന്നാൻ ഇടവരട്ടെ എന്ന് അന്ന് സാന്ദീപനി എന്ന ഗുരുനാഥൻ ചേർത്തു പിടിച്ച അനുഗ്രഹത്തിന്റെ വൈഭവമുണ്ടല്ലോ, അന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇതാ പലവിധത്തിലുള്ളതായ പ്രാരബ്ധങ്ങൾ ചുറ്റുമായി കോട്ട കെട്ടി പ്രതിബന്ധം തീർക്കുമ്പോൾ ആ പ്രാരബ്ധങ്ങൾക്ക് മുൻപിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഗുരോരനുഗ്രഹേണൈവ, അത് ഗുരുനാഥന്റെ അനുഗ്രഹമാണ്. പറഞ്ഞു സമയം പോയതറിഞ്ഞില്ലേ? സുധാമാവേ, എന്താണ് എനിക്ക് കൊണ്ടുവന്നത്? കിമുപായനമാനീതം. ഭഗവാന്റെ ചോദ്യം ശ്രദ്ധിക്കണം. കൊണ്ടുവന്നിട്ടുണ്ടോന്നല്ല ചോദ്യം, എന്താ കൊണ്ടുവന്നതെന്ന്. കാരണം കൊണ്ടുവരുന്ന എനിക്ക് ഉറപ്പാണ്. അണ്ണതി കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ടാണോ സുധാമാവേ തരാത്തത്? പ്രേംണ ഭൂരേവമേഘവേ. അങ്ങയെപ്പോലെയുള്ള ഭക്തന്മാര്, അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങള് എത്ര ചെറുത് തന്നാലും അതെനിക്ക് വളരെ വളരെ വലുതാണ് സുധാമാവേ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛ. ഭക്തിയോടെ ഈ കൃഷ്ണന് സന്തോഷമാകണേ എന്ന ഭാവത്തിൽ അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങള് തരുന്ന എത്ര ചെറിയ സാധനങ്ങൾ എനിക്ക് മൂല്യമുള്ളതാണ്. ചില കേമന്മാര്, കോടീശ്വരന്മാര്, സമ്പന്നന്മാര്, പ്രഭുക്കന്മാര് അവരുടെ കേമത്തം കാണിക്കാൻ എന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമ്പത്ത് കൊണ്ടുവന്ന് ചുരിയും. അതിഗംഭീരായിട്ട് എന്റെ മുൻപിൽ അവരുടെ കേമത്വത്തിന് വേണ്ടിയിട്ട് വലിയ 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 സമ്പത്തുകള് സമർപ്പണമായി ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ശ്രീലകത്തിരിക്കണ ഞാൻ ഇടയ്ക്ക് വേവലാതിപ്പെടും. സുധാമാവേ,
ഏതോ ഒരു കേവനായിട്ടുള്ള രാജാവ് ആനയെ നടയിരുത്തുക. അപ്പൊ എനിക്ക് വേവലാതി എന്താ അറിയോ, ആ ആനയുടെ കാലിൻ്റെ അടുത്തൊരു കുന്നിക്കുരുണ്ട്. അതിപ്പോ പൊട്ടുവോ? ആന ആ കുന്നിക്കുരു ചവിട്ടുവോ? കാരണം ഈ ആനയേക്കാൾ എനിക്ക് മൂല്യമുള്ളത് ഏതോ ഒരു മുത്തശ്ശി വേറൊന്നുമില്ല തരാൻ എന്ന ഭാവത്തിൽ എനിക്ക് കൊണ്ടുതന്ന ആ ഒരു കുന്നിക്കുരുവിലാണ്. അതുകൊണ്ട് കുറഞ്ഞുപോയി എന്ന് വെച്ച് തരാതിരിക്കരുത് എന്ന് പറയലും സുദാമാവിന്റെ കയ്യിൽ നിന്ന് കിമിതം വിധി ഇതെന്താ സുദാമാവേ എന്ന് ചോദിക്കലും ആ വിൽക്കിഴിയെ തട്ടിയെടുത്തു. ചാമരം കൊണ്ട് വീശുന്ന രുക്മിണിയും ചുറ്റുമായി നിൽക്കുന്ന ഭഗവാന്റെ മക്കളും ഭഗവാന്റെ ഭാര്യമാരും മുഴുവൻ ആവേശത്തോടെ ആകാംക്ഷയോടെ നോക്കുകയാണ് എന്തായിരിക്കും ആ കിഴിക്കകത്ത്. കോടീശ്വരന്മാര്, സമ്പന്നന്മാര്, രാജാക്കന്മാര് വന്ന് രത്നങ്ങളും സ്വർണങ്ങളും നിറച്ച കിഴികള് മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോ ഉദ്ധവ ഇതെടുത്ത് അകത്തേക്ക് വെച്ചോളൂ എന്ന് പറയുന്ന കൃഷ്ണൻ അത് തൊട്ടു നോക്കാറില്ല, അത് തുറന്നു നോക്കാറില്ല. ഇവിടെ ഇത്രയ്ക്ക് ആവേശത്തോടുകൂടി ഇങ്ങനെ തട്ടിയെടുത്ത് ഭഗവാൻ തുറക്കണമെങ്കിൽ രത്നത്തെക്കാൾ സ്വർണത്തെക്കാൾ കൃഷ്ണന് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നോക്കുമ്പോ കുറച്ച് അവില്, അതിൽ നിന്നും ഒരു പിടിയെടുത്ത് സർവഭൂതാദൃക്സാക്ഷാൽ തസ്യാഗമന കാരണം തന്റെ താമരക്കണ്ണുകളെ അടച്ച് സുദാമാവന് സർവസമ്പത്തും ഉണ്ടാകട്ടെ എന്ന സങ്കല്പത്തോടെ സത്യകാമനായ ഭഗവാൻ ആ വിലിനെ നിവേദിച്ചു. ഭഗവാന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം, പരമപ്രീണനം സഖേ, എന്റെ സുദാമാവേ എന്തൊരു സ്വാദാനയുടെ അവില്, ഇതുപോലെ അവില് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാട്ടോ, എന്തൊരു സ്വാദാനയുടെ അവിലിന് എന്ന് ഭഗവാൻ ആ അവിലിന്റെ സ്വാദ് പാടിപ്പുകത്തുമ്പോ ചാമരം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്ന രുക്മിണി അത്ഭുതപ്പെട്ടു. ശർക്കര പാല് കാച്ചി, നാളികേരം ചുരണ്ടിയിട്ട്, ഏലക്കായ് കുറ്റിപ്പൊളിച്ച് ഒക്കെ കൃഷ്ണന് കൊണ്ടുപോയിട്ട് ഞാൻ ഇന്ന് കുറച്ച് അവലുണ്ടാക്കിയിട്ടുണ്ട്, കൃഷ്ണ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ പോരാ എന്ന് പറയുന്ന ഭഗവാൻ ഈ ഒരു പച്ച അവലിന് ഇത്ര സ്വാദ് പറയണമെങ്കിൽ എന്താ ഇതിന് മഹാത്മ്യം? സുദാമാവേ ഇതുപോലൊരു സ്വാദ്, ഇതുപോലൊരു അവില് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വീണ്ടും എടുത്തതും ഏതാവതാരം. ഭഗവാന്റെ കയ്യിൽ നിന്ന് നമുക്ക് രണ്ട് സാധനങ്ങളാണ് വാങ്ങാനുള്ളത്. ഒന്ന് ഭുക്തി, മറ്റൊന്ന് മുക്തി. ഒന്ന് ഭൗതിക സുഖങ്ങൾ ഭഗവാൻ തരുന്നത്, രണ്ടാമത്തത് ഭഗവാനെ തന്നെ. ഒരു പിടി കഴിച്ചതോടെ മഹാലക്ഷ്മിയുടെ സകല കടാക്ഷവും കൊടുക്കൽ കഴിഞ്ഞു. ഇനി അടുത്തത് കഴിച്ചാൽ പിന്നെ താൻ കൊടുത്ത സാധനമൊക്കെ വെറുതെ ആവും, അതിനായിട്ടില്ല എന്ന ഭാവത്തിൽ ആ രുക്മിണി ചെന്ന് കയ്യവിടെ പിടിച്ചു. അപ്പൊ കാണുന്ന ആൾക്ക് എന്താ തോന്നുക, അത്ര സ്വാദുണ്ടെങ്കിലേ ഇതാകെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾ മാത്രം തിന്നാ മതിയോ, ഞങ്ങൾക്കൊക്കെ തരും. വേഗം ആ രുക്മിണിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും ദ്വാരകാവാസികൾക്ക് മുഴുവൻ വിതരണം ചെയ്തു. അന്ന് രാത്രി മുഴുവൻ പല പല കഥകളെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സുദാമാവിനോടൊപ്പം കഴിഞ്ഞു. പിറ്റേന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ രണ്ടുപേരും ഒപ്പം കുളിക്കാൻ പോയി, ഒപ്പം കുളിച്ചു, ഒപ്പം ആ പ്രഭാത പൂജകളും വന്ദനങ്ങളും ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതും സുദാമാവ് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ ഞാൻ പുറപ്പെടുകയാണ്. എന്നാൽ ഇത്ര കാലം കൂടിയിട്ട് വന്ന ആ കൂട്ടുകാരനോട് ഭഗവാൻ പറയണ്ടേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്? ഞാൻ പുറപ്പെടുകയാണെന്ന് പറയേണ്ടതാണ്. ബേഗും കൊടയും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ശരി കാണാം. എന്താ ഇത്ര തിരക്ക് ഭഗവാൻ എന്നാണെങ്കിൽ ഭഗവാൻ അറിയാം സുദാമാവ് തന്നോടൊപ്പം എത്ര കാലം വേണമെങ്കിലും നിൽക്കും. പക്ഷെ അതല്ല, സുദാമാവിനെ മാത്രം അനുഗ്രഹിച്ചാൽ പോരാ, അവിടെ തന്റെ പതിയെ കാത്തു നിൽക്കുന്നതായ ആ ധർമ്മപത്നിയെ കൂടി അനുഗ്രഹിക്കണം. കൊട്ടാരവും സമ്പത്തും പരിചാരകന്മാരും
ആഭരണങ്ങളും ഒക്കെ ആ ധർമ്മപത്നിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും പതിവ്രതയായ ഒരു ധർമ്മപത്നിയെ സംബന്ധിച്ച് തന്റെ പതി തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ഇപ്പൊ സുദാമാവ് പോയിക്കോട്ടെ. യാത്ര ചോദിച്ചിറങ്ങിയ ആ സുദാമാവിനെ ഗോപുരം വരെ ഭഗവാനും ധർമ്മപത്നികളും യാത്രയാക്കാൻ ഇറങ്ങി. ഗോപുരം കടന്ന സുദാമാവ് തിരിഞ്ഞൊരു നോട്ടം നോക്കിയപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. തന്നെ യാത്രയാക്കാനായി 16,108 കൊട്ടാരങ്ങളിൽ നിന്നും 16,000-ലധികം മഹാലക്ഷ്മിമാരും ഭഗവാന്റെ മക്കളും ഭഗവാനും വീണ്ടും ആ മാരടത്തിലേക്ക് കൃഷ്ണൻ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. മറന്നു പോകരുതേ സുദാമാവേ, ഇനിയും വരണം. ഇപ്പോഴും അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എപ്പോഴൊക്കെ അങ്ങേക്ക് കൃഷ്ണനെ കാണണമെന്ന് തോന്നുന്നുവോ ഓടി വരണം ദ്വാരകയിലേക്ക്. ഇനി വരുമ്പോഴേ ഒറ്റയ്ക്ക് വന്നാൽ പോരാ. എന്റെ മഹാലക്ഷ്മിയെ, എന്റെ ഭാര്യമാരെ, എന്റെ രുക്മിണിയെ ഒക്കെ അങ്ങ് കണ്ടുവല്ലോ, പരിചയപ്പെട്ടില്ലേ. ഇനി വരുന്ന സമയത്ത് അങ്ങയുടെ മഹാലക്ഷ്മിയും കൂട്ടിയിട്ട് വേണം വരാൻ. ഭഗവാൻ മഹാലക്ഷ്മി എന്നൊക്കെ വിളിച്ചപ്പോ സുദാമാവ് മനസ്സിലൊന്ന് ചിരിച്ചു. എന്തേ? ഭാഗവതം പറയാം, വേപമാന നിന്നാൽ ഇങ്ങനെ ആടും, അത്രേ ആരോഗ്യമുള്ളൂ. അങ്ങനെയുള്ള തന്റെ ആ ധർമ്മപത്നിയെ എന്ത് കണ്ടിട്ടാ കൃഷ്ണൻ ലക്ഷ്മി എന്നൊക്കെ വിളിച്ചത്? അപ്പൊ മനസ്സിലായില്ല. ഒടുവിലേതാ കൃഷ്ണനെ കണ്ട നിമിഷം കൃഷ്ണൻ തന്നെ ചേർത്തു പിടിച്ച രംഗങ്ങളും ഒക്കെ ഹൃദയത്തിൽ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിച്ച് സുദാമാവ് തിരിച്ചു വരുന്നു. വീണ്ടും ദ്വാരകയുടെ മുൻപിലെത്തിയോ, വീണ്ടും കൃഷ്ണന്റെ കൊട്ടാരത്തിന്റെ മുൻപിലേക്ക് തന്നെ എത്തിയോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാക്ഷാൽ രുക്മിണീ ദേവി ഇറങ്ങി വരുന്നുണ്ട്. സുദാമാവ് ഉറപ്പിച്ചു, വഴിതെറ്റി ഇവിടെ തന്നെ എത്തി. ഇപ്പൊ രുക്മിണി വന്നിട്ട് ചോദിക്കും, എന്തേ വീണ്ടും വന്നതെന്ന്, തിരിച്ചു പോയാലോ എന്ന് വിചാരിക്കുമ്പോഴാണ്, അടുത്തെത്തിയപ്പോഴാണ് അത് തന്റെ മഹാലക്ഷ്മിയാണ് എന്ന് മനസ്സിലായത്. ഭഗവാനാണ് ആവുകൊണ്ട് മഹാലക്ഷ്മി എന്നൊന്ന് വിളിക്കുമ്പോഴേക്കും ലക്ഷ്മീഭാവത്തിലേക്ക് എത്തൽ കഴിഞ്ഞു. മനസ്സുകൊണ്ട് ആ പതിയെ ആലിംഗനം ചെയ്ത് അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. അതിനകത്തേക്ക് സുദാമാവ് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത് ഞാൻ ഇന്നലെ കൃഷ്ണനും ഞാനും കൂടി ഇരുന്ന സിംഹാസനല്ലേ? ഇത് ഇന്നലെ രാത്രി ഞാനും കൃഷ്ണനും കൂടി കിടന്നതായ പട്ടുമെത്തയല്ലേ? ഇത് ഇന്നലെ കൃഷ്ണന്റെ അടുത്തുനിന്ന് എനിക്ക് ഭക്ഷണം തന്ന സ്വർണ്ണത്താമ്പാളമല്ലേ? ഇങ്ങനെ ഭഗവാന്റെ കൊട്ടാരത്തിനകത്ത് താൻ എന്തൊക്കെ കണ്ടുവോ, എന്തൊക്കെ അനുഭവിച്ചുവോ, അതിനൊരു അല്പം പോലും കുറവില്ലാതെ കൃഷ്ണൻ തനിക്കായവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സുദാമാവ് ഭഗവാനോട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഈ കാണുന്ന സമ്പത്തൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്നുണ്ടെങ്കിൽ അങ്ങ് തെറ്റിദ്ധരിച്ചു. തിരിച്ചു വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സന്തോഷിച്ചിരുന്നു. ധനം മേ ഭൂരിനാഥാൽ, എന്നെ കണ്ടാൽ തന്നെ അങ്ങേക്കറിയാം ദാരിദ്ര്യമാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കയ്യിലേക്ക് അങ്ങ് യാതൊന്നും തന്നില്ലേ? സുദാമാവേ, ഇത് വച്ചോളൂ കയ്യില്. ഒരു സമ്പത്തും എനിക്ക് തന്നില്ല. അപ്പൊ ഒരു സമ്പത്തും അങ്ങ് തരാതിരുന്നപ്പോ ഞാൻ സന്തോഷിച്ചത് എന്താ അറിയോ? അധനോയം ധനം പ്രാപ്യ. കൃഷ്ണൻ എനിക്ക് എന്തെങ്കിലും തരാൻ തുടങ്ങിയാൽ ചിലപ്പോ കൃഷ്ണനെ വിട്ടിട്ട് ഞാൻ ഈ തരുന്ന സാധനത്തോട് സ്നേഹം കൂടുമോ, കൃഷ്ണനോടുള്ള സ്നേഹം കുറയോ എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണൻ ഒന്നും തരാതിരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയും സമ്പത്ത് എനിക്കായി അങ്ങ് ഇവിടെ ഒരുക്കി എന്ന് കാണുമ്പോൾ ഇപ്പൊ എനിക്ക് ചെറിയൊരു പേടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമ്പത്തൊക്കെ കിട്ടുമ്പോൾ അങ്ങയോടുള്ള സൗഹൃദം, അങ്ങയോടുള്ളതായ ആ പ്രേമം അതെന്നിൽ കുറഞ്ഞേക്കുമോ? അതുകൊണ്ട് ഒരു പ്രാർത്ഥന, തസ്സൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. ജന്മജന്മാന്തരങ്ങളിലേക്ക് അങ്ങയോടുള്ളതായ ഈ സൗഹൃദവും സഖ്യവും മൈത്രിയും എന്നിൽ നിലനിൽക്കണമേ
എന്ന് പ്രാർത്ഥിച്ച ആ പരമഭക്തനായ സുദാമാവിന്റെ പ്രാർത്ഥന തന്നെയാവണം നാളെ ഈ ഒരു സമയമാകുമ്പോഴേക്കും 7 ദിവസത്തെ ഈ ഒരു ഭാഗവത യജ്ഞം സമർപ്പിച്ച് പല നാട്ടിലേക്ക്, പല വീട്ടിലേക്ക്, പല പ്രാരബ്ധങ്ങളുടെ നൂലാമാലകളിലേക്ക് നമ്മളൊക്കെ വേർപിരിയും. 7 ദിവസം മുമ്പ് ഈ ഭഗവാന്റെ തിരുമുറ്റത്ത് ഇങ്ങനെയൊരു യജ്ഞത്തിന് വിളക്ക് കൊളുത്തിയ നിമിഷം മുതൽ നാളെ നരസിംഹാവതാരല്ലേ, നാളെ കൃഷ്ണാവതാരല്ലേ, നാളെ രുക്മിണി സ്വയംവരല്ലേ, ഇങ്ങനെ മനസ്സ് മറ്റൊരു പ്രാരബ്ധം ചിന്തിക്കാൻ സമ്മതിക്കാതെ ഭാഗവതം പിടിച്ചു നിർത്തി. എന്നാൽ നാളെ ഈ ഭാഗവതത്തിന്റെ നിഴലിൽ നിന്നും വീണ്ടും പ്രാരബ്ധ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ തളരാതെ ജീവിതയാത്രയെ കൊണ്ടുപോകാൻ നമുക്കുണ്ടാകേണ്ടത് ഈ സുദാമാവിന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ഭക്തന്മാരാ അല്ലേ? ഭാഗവതം പറയുന്നുണ്ട്, ഭാഗവതം കേൾക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് പുറത്തേക്കെത്തി ചെരുപ്പം കിട്ടാൻ പറയണ ഞാനും കേൾക്കണ നിങ്ങളൊക്കെ പ്രാരബ്ധത്തിന്റെ ഓരോ ഡിഗ്രി സ്വന്തമായിട്ടുള്ള ആൾക്കാരാ. തുടങ്ങും ഓട്ടം, നാളെ ഉച്ചയ്ക്ക് തുടങ്ങും. അങ്ങനെ പ്രാരബ്ധത്തിന്റെ ആ കുത്തൊഴുക്കിലേക്ക് പെട്ടാൽ ഭഗവാൻ ഓർമ്മയുണ്ടാവുക, ഭാഗവത് ഓർമ്മയുണ്ടാവുക അറിയില്ല നമുക്ക്. കാരണം അത്ര ശക്തിയാണ് കലിയുഗം തരുന്നതായ പ്രാരബ്ധത്തിന്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വെച്ച് ഈ ഭാഗവത മണ്ഡപത്തിൽ വെച്ച് നമുക്ക് ഭാഗവത സ്വരൂപിയായ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ, ചിലപ്പോ ഞാൻ അങ്ങയെ മറന്നുപോകും, ഞാൻ മറന്നാലും എന്നെ മറക്കരുത്, ഞാൻ കണ്ടില്ലെങ്കിലും എന്നെ കടാക്ഷിക്കണേ. ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചവരെയുള്ള പ്രകരണം ഇവിടെ സമർപ്പിക്കുകയാണ്. 2:15 പാരായണം തുടരും. ഇന്ന്